ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 10-ന്റെ 30 മുതൽ 32 വരെ. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവപുത്രരായി തീരുക അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന അവകാശത്തെങ്കിലേക്ക് എല്ലാവരും കടന്നു വരണമെന്ന് കർത്താവ് ഈ വേദഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു. അതായത് 29-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ ആ ഒരു സൂചനയാണ് നൽകുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവർ നശിച്ച് പോകുകയില്ലയെന്നും അങ്ങനെയുള്ളവരെ ആരും തൻ്റെ പക്കൽ നിന്നും പിടിച്ച് പറിക്കയില്ല എന്നുമുള്ള യേശുവിൻ്റെ അവകാശവാദങ്ങൾ യേശു യഹൂദന്മാരുടെ മുമ്പിൽ നിരത്തിവെച്ചു. പിതാവിലുള്ള തൻ്റെ വിശ്വാസത്തെ വീണ്ടും വിശദീകരിക്കാൻ കർത്താവ് തുടങ്ങി. പിതാവാണ് തന്നെ ഈ വലിയ ദൗത്യം ഏൽപ്പിച്ചത്. അതുകൊണ്ട് പിതാവ് തന്നെയാണ് ഈ ദൗത്യത്തിന് ശക്തീകരിക്കുന്നത്. ഈ ദൗത്യ നിർവഹണത്തിന് സ്വയം വിധേയപ്പെടുത്തുന്നതിലൂടെ ദൈവപുത്രൻ എന്ന നിസ്തുലമായ നില ശാക്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ പിതാവും താനും ഒന്നാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയാൻ യഹൂദന്മാർ ഒരുങ്ങി. കർത്താവ് അതിനെ സമർത്ഥമായി നേരിട്ടതാണ് ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഒന്ന്, യേശു തൻ്റെ അബ്ബാബോധ്യം തൻ്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കി. എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനാണ് പിതാവ്. അവിടുത്തെ ഹിതം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പിതാവാം ദൈവത്തിൻ്റെ ഹിതാനുസരണമാണ് താൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. തനിക്ക് ഈ ലോകത്തിൽ ഏറ്റെടുക്കാനുള്ള പ്രത്യേക നിയോഗത്തിനായി താൻ വിശുദ്ധീകരിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. സ്നേഹത്താൽ വിളക്കിച്ചേർത്ത ബന്ധമാണ് പുത്രന് പിതാവിനോടുള്ളത്. അതുകൊണ്ട് പുത്രൻ പിതാവിനെ അനുസരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിതാവും പുത്രനും ഒന്നു തന്നെയാണ്. ഓരോ വിശ്വാസിയും മാതൃകയാക്കേണ്ട ഒന്നാണ് ഈ പിതൃപുത്ര ബന്ധം. അവരവർക്ക് ദൈവം നൽകിയ നിയോഗങ്ങൾ ദൈവസ്നേഹത്തിൽ ചെയ്യണം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ, അനുസരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും നമ്മളും ദൈവഹിതം നിറവേറ്റണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, താനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞതുകൊണ്ട് അത് ദൈവദൂഷണമെന്ന് യഹൂദന്മാർ കണ്ടതിനാലും യേശുവിനെ എറിയുന്നതിന് അവർ കല്ലുകൾ കയ്യിലെടുത്തു. യേശു അവരെ നേരിട്ടത് ദൈവം അതിനെ ഉപയോഗിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാർ എന്ന് തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. 82-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ് യേശു ഇവിടെ ഉദ്ധരിച്ച് സംസാരിച്ചത്. അനീതി ചെയ്യുന്ന ന്യായാധിപന്മാർ തങ്ങളുടെ അനീതി വെടിഞ്ഞ് ദരിദ്രരെയും നിഷ്കളങ്കരെയും സംരക്ഷിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് സങ്കീർത്തനം അവരെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, യഹൂദന്മാരുമായുണ്ടായ ഹൃദയപൂർവമായ ഈ സംവാദത്തിന് ശേഷം യേശു യോർദാൻ്റെ മറുകരയിലേക്ക് പോയി. ലോകത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ആത്യന്തിക സമരത്തിന് ബലം ലഭിക്കേണ്ടതിന് പിതൃസന്നിധിയിൽ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു അക്കരയ്ക്ക് പോയത്. ധ്യാനിക്കുന്നതിനും ശക്തിപ്പെടുന്നതിനും യേശു ആഗ്രഹിച്ചു. താൻ വാങ്ങിപ്പോയി ധ്യാനത്തിൽ കഴിഞ്ഞ ഇടം യോർദാനിൽ സ്നാപകന്റെ കയ്യാൽ സ്നാനപ്പെട്ട അതേ ഇടമായിരുന്നു. അവിടെ വെച്ചാണ് തൻ്റെ ദൈവിക പുത്രത്വത്തെക്കുറിച്ചുള്ള സ്വർഗീയ ശബ്ദം കേട്ടതും താൻ ഏർപ്പെടാൻ പോകുന്നത് ദൈവഹിതം പൂർത്തീകരിക്കാനുള്ള ജോലിയാണെന്ന് ബോധ്യപ്പെട്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ
യേശുവിനെ തൻ്റെ ദൗത്യപാതയിൽ സ്ഥിരീകരിച്ച ഇടമായിരുന്നു യോർദാൻ്റെ ഈ ഇടം എന്ന് പറയുന്നത്. നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഓരോരുത്തരും കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അവരവരുടെ യോർദാൻ കരകളാകുന്ന ധ്യാന ഇടങ്ങൾ കണ്ടെത്തുന്നത് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലും കുരിശുമരണത്തിലും അനുഭവിച്ചതുപോലെ പിതൃബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതത്തോട് അനുസരണം കാട്ടുന്ന പിതൃസ്നേഹം നമ്മിൽ ഉളവാകണം. താൻ ദൈവപുത്രനാണ് എന്ന് യേശു പറഞ്ഞത് പിതാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടതുകൊണ്ടാണ്. നാം തിരഞ്ഞെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ദൈവിക നിയോഗങ്ങൾ നിറവേറ്റുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാടുകൾ നമ്മിലൂടെ ഉണ്ടായിരിക്കണം. അതാണ് സൃഷ്ടിക്ക് വിമോചനം നൽകുന്നത്. യോർദാൻ അക്കരെ താൻ സ്നാനം സ്വീകരിക്കുകയും സ്വർഗീയ ശബ്ദത്താൽ തൻ്റെ നിയോഗബോധ്യം അനുഭവിക്കുകയും ചെയ്തത്, അതായത് കർത്താവ് അതേ സ്ഥലത്ത് ധ്യാനിക്കാൻ പോയതുപോലെ നമുക്കും അങ്ങനെയുള്ള ചില നിർണായകമായ ദൈവിക ബോധ്യത്തിൻ്റെ ഇടങ്ങൾ ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ ജീവിതത്തെ നിർവചിച്ച ദൈവാനുഭവങ്ങളെ നമുക്ക് വീണ്ടും അനുഭവമാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ അത് പ്രായോഗികമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തെ രക്ഷിക്കാനുള്ള അവിടുത്തെ ദൗത്യത്തോട് ഞങ്ങളും അനുരൂപപ്പെടുവാനും ആ ദൗത്യത്തിൻ്റെ ഭാഗമായും ഭാഗധേയമായും ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനാലും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആ വലിയ ദർശനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടുള്ള ബന്ധം ഒരു പിതൃപുത്ര ബന്ധത്തിൽ എന്ന വണ്ണം കാണാനും കരുതാനും തുടരാനും ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെയിരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ വർഷത്തിൽ ജീവിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും ആലോചനയും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.